നമസ്കാരം. UDFും LDFും സ്ഥാനാർത്ഥികൾ അവരൊരിക്കലും പുരോഗതിയെക്കുറിച്ച് പറയുന്നില്ല എന്നും ജനങ്ങളെ പേടിച്ച് അല്ലെങ്കിൽ പേടിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ തിരിക്കുന്നുവെന്നും MP വലിയ മഹാനാണോ എന്നതല്ല, ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ടോ ലഭ്യമാക്കിയിട്ടുണ്ടോ എന്നതാണ് വിഷയമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. 15 വർഷമായി തിരുവനന്തപുരത്ത് അടിസ്ഥാന സൗകര്യ വികസനം കാര്യമായി ഒന്നും നടത്തിയിട്ടില്ല എന്നും ബാഴ്സലോണയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ല എന്ന് തെളിഞ്ഞുവെന്നും NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിറവേറ്റിക്കൊടുക്കാതെ ബാഴ്സലോണ നവകേരള സദസ്സ് എന്നൊക്കെ പറയുന്നത് അസംബദ്ധ നാടകമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ NDA സ്ഥാനാർത്ഥി അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിൽ അംബേദ്കർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ. അംബേദ്കറുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് ശരിക്കും ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാനുള്ള തിരഞ്ഞെടുപ്പാണ് എന്നുകൂടി പറയുകയാണ്. ഇതൊരു പതിവ് മത്സരമല്ല, അവസരമാണ്. എൻ്റെ പാർട്ടിക്കും എനിക്കും മോദിജിക്കും ഇതൊരു നിയോഗമാണ് എന്നാണ് ചന്ദ്രശേഖർ പറയുന്നത്. ഞങ്ങൾക്ക് ജയിക്കാനല്ല, ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ള മത്സരം. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമെന്ന് പറയപ്പെടുന്നത് രാജ്യത്തെ എല്ലായിടത്തെയും പോലെ വികസനം എന്ന് പറയപ്പെടുന്നത്, തുല്യത എന്ന് പറയപ്പെടുന്നത്, അവസരങ്ങൾ എന്ന് പറയപ്പെടുന്നത് തുടങ്ങിയത് തന്നെയാണ്. കേരളത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും കാര്യമെടുത്താൽ ജനങ്ങൾക്ക് പെൻഷനും സമയത്തിന് ശമ്പളവും വിതരണം ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനത്തെ ഒരു നിലയിലേക്ക് ഇവിടുത്തെ ധനസ്ഥിതി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. വീടും കുടിവെള്ളവും ഇല്ലാതെ നിരവധി ആളുകൾ വിഷമിക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടം. മറ്റു സംസ്ഥാനങ്ങൾ വളരെ അധികം മുന്നേറിയപ്പോൾ കേരളം ഇക്കാര്യത്തിൽ വളരെയധികം പിന്നാക്കം പോകുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കേണ്ടതുണ്ട് എന്ന് NDAയുടെ സാരഥി ചോദിക്കുന്നു. ഒരു MP എന്ന നിലയിൽ എത്ര മഹാനാണ് എന്നോ, എത്ര കാലം വിദേശത്ത് കഴിഞ്ഞുവെന്നോ, എത്ര തവണ കാൾ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ വായിച്ചു എന്നതോ അല്ല വിഷയം. അടിസ്ഥാനപരമായി ജനങ്ങളെ സേവിക്കലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 75 കൊല്ലക്കാലം അവർക്ക് ലഭിക്കാതിരുന്ന കുടിവെള്ളം, വീട് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കലാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വയ്ക്കുകയാണ്. തിരുവനന്തപുരം നഗരമധ്യത്തിലെ രാജാജി നഗറിലെ ജനങ്ങളുടെ അവസ്ഥ പോലും വേദനാജനകമാണ് എന്ന് അദ്ദേഹം പറയുന്നു. എത്ര പരിതാപകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെന്നാൽ നേരിട്ട് കാണാൻ കഴിയുക എന്നും UDFിൻ്റെയോ LDFിൻ്റെയോ സ്ഥാനാർത്ഥികൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്നുവരെ വികസനത്തെയും പുരോഗതിയെയും കുറിച്ചോ ജനങ്ങളുടെ വിഷമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വിഷമം മാറ്റുന്നതിനെക്കുറിച്ചോ പറഞ്ഞിട്ടുണ്ടോ എന്നുകൂടി ചോദിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ബീഫ്, CA തുടങ്ങിയ വിഷയങ്ങളുടെ പിന്നാലെ കൂടി ജനങ്ങളെ പേടിപ്പിച്ച് ശ്രദ്ധ തിരിക്കൽ രാഷ്ട്രീയമാണ് ഇവർ രണ്ടുപേരും നടത്തുന്നത്. താൻ ഉന്നയിക്കുന്നത് ജനങ്ങളുടെ ശരിക്കുള്ള പ്രശ്നങ്ങൾക്ക് ആര് പരിഹാരമുണ്ടാക്കും എന്നതിനെക്കുറിച്ച് താൻ മാത്രമാണ് എന്നുകൂടി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുകയാണ്. അതേസമയം തിരുവനന്തപുരത്തിൻ്റെ രാജീവിനെയും മോദി സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികൾ പരിചയപ്പെടുത്തി സജീവമായിരിക്കുകയാണ് NDA എന്ന് പറയപ്പെടുന്ന സംവിധാനം. NDA തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൾ സെൻ്ററുകൾ എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് ചോദിക്കുന്നതിനൊപ്പം ജനങ്ങളുമായി ആശയവിനിമയം നടത്തുകയും അവരുടെ വിവിധ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെയാണ് ഇതിലൂടെ ഈ കോൾ സെൻ്ററിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളത്. അടിയന്തര ശ്രദ്ധയും നടപടിയിൽ വേണ്ട ജനങ്ങളുടെ വിഷയങ്ങൾക്ക് ഉടനടി പരിഹാരം കാണുന്നതിനും കോൾ സെൻ്റർ വലിയ സഹായമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മാർച്ച് 14-ാം തീയതി തുടങ്ങിയ കോൾ സെൻ്റർ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ പ്രവർത്തിക്കുകയാണ്. നഗര ഗ്രാമങ്ങൾ വ്യത്യാസമില്ലാതെ വോട്ടർമാർക്ക് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രവർത്തനങ്ങളെയും NDA സർക്കാരിൻ്റെ വിവിധ തരത്തിലുള്ള പദ്ധതികളെപ്പറ്റിയുമുള്ള അറിവ് പകരുന്നു ഈ കോൾ സെൻ്റർ വഴി. വോട്ടർമാരുടെ ഏത് സംശയത്തിനും മറുപടി നൽകും ഈ കോൾ സെൻ്റർ. ഒരു ദിവസം 4000 മുതൽ 5000 വോട്ടർമാർക്ക് അവരിലേക്ക് ഈ കോൾ സെൻ്റർ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. 40 പേരാണ് നിലവിൽ ഈ പ്രവർത്തനങ്ങൾക്കായി കോൾ സെൻ്ററിലുള്ളത്. അതിലേറെയും വനിതകളാണ്. രാജീവ് ഏട്ടൻ്റെ ഓഫീസിൽ നിന്നാണ് എന്ന് തുടങ്ങിയാണ് വോട്ടർമാരെ അവിടെ നിന്ന് എത്തുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്. ആദ്യം രാജീവ് ചന്ദ്രശേഖറിൻ്റെ നയങ്ങൾ, പ്രവർത്തന പദ്ധതികൾ പരിചയപ്പെടുത്തും. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ തരത്തിലുള്ള ക്ഷേമ പദ്ധതികളും അത് പറയിപ്പിക്കുന്നത് പോലെ കൃത്യമായി പറയുകയും ചെയ്യും. വോട്ടർമാരിൽ നിന്ന് നല്ല പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സമയമെടുത്ത് ക്ഷമയോടെയാണ് ഓരോ ഫോൺ വിളിക്കും മറുപടി നൽകുന്നത് എന്നുള്ളതാണ്. കോൾ സെൻ്റർ കോർഡിനേറ്റർമാരായിട്ടുള്ള ഒട്ടനവധി വനിതകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് നിൽക്കുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളാണ് അവിടെ ഏകോപിപ്പിക്കുന്നത്. പല കേന്ദ്ര പദ്ധതികളെക്കുറിച്ചും ജനങ്ങൾക്ക് അറിവില്ല. പദ്ധതികൾ പലതും സംസ്ഥാന സർക്കാരിൻ്റേതാണെന്ന് മനസ്സിലാക്കി വച്ചിരിക്കുന്നവരാണ് ഇതിൽ കൂടുതലുള്ളത്. സ്വാനിധി, അമൃത് തുടങ്ങിയിട്ടുള്ള വിവിധ പദ്ധതികളെക്കുറിച്ചും അതിനപേക്ഷിക്കേണ്ട രീതിയുമൊക്കെ വോട്ടർമാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല തിരുവനന്തപുരത്തെ യുവാക്കൾ പൊളിയാണെന്നാണ് ടെലികോളർമാർ തന്നെ പറയുന്നത്. കാരണം തിരുവനന്തപുരത്തിന് മാറ്റം വരേണ്ടതുണ്ട് എന്നും അതിന് രാജീവ് ചന്ദ്രശേഖരന് അവസരം നൽകണമെന്നുമാണ് BJPക്കാരുടെ പക്ഷം, ഈ കോൾ സെൻ്ററുകാരുടെ പക്ഷം.
ഇങ്ങനെ ഇടത് വലത് മുന്നണികൾ പലപ്പോഴും വികസനം ചർച്ച ചെയ്യപ്പെടാതിരിക്കുമ്പോൾ യുവാക്കൾക്കും യുവതികൾക്കും കുട്ടികൾക്കും അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ആരോഗ്യ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വേണ്ടിയിട്ടുള്ള വികസന അജണ്ട വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് UDF-നും LDF-നും ലഭിക്കാത്തൊരു മേൽക്കൈ അനന്തപുരിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരിക്കുന്നതും ഇനി ഉണ്ടാകുന്നതും.